നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ കൊട്ടാരത്തിൽ ഷാംപെയിൻ പൊട്ടിച്ച് നൃത്തം ചവിട്ടി ഇസ്മയിൽ ഹനിയയുടെ ആഘോഷം. പുതിയ പ്രസിഡന്റ് അധികാരമേറ്റെടുത്തതിന്റെ ആവേശത്തിൽ മതിമറന്നായിരുന്നു ആഘോഷങ്ങളെല്ലാം. എന്നാൽ മൊസാദ് ചാരന്മാർ തലയെടുക്കാൻ കൊട്ടാരത്തിൽ കയറിയത് ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അറിഞ്ഞില്ല. 3 മുറികളിൽ വെച്ച ബോംബ് പൊട്ടിച്ചിതറി. 2 മൊസാദ് ചാരന്മാരാണ് ഹനിയയുടെ തല ചിതറിച്ച് കൂളായി തിരിച്ച് ഇസ്രയേലിന് മടങ്ങിയത്. ഹനിയയെ കൊലപ്പെടുത്തിയത് എങ്ങനെയെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ചിറകിനടിയിൽ സുരക്ഷിതനാണെന്ന് ഇസ്മയിൽ ഹനിയ കരുതി. എന്നാൽ ആ ചിറകരിഞ്ഞ് ഹനിയയുടെ തലയെടുത്ത് വിജയഭേരി മുഴക്കി മൊസാദ്. ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രയേൽ നിയോഗിച്ച 2 ഇറാൻ ഏജന്റുമാർ ഇസ്മയിൽ ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിലെ 3 മുറികളിൽ ബോംബ് സ്ഥാപിച്ചതായി ഇറാൻ ഉദ്യോഗസ്ഥർ രാജ്യാന്തര മാധ്യമമായ ടെലഗ്രാഫിനോട് വെളിപ്പെടുത്തി. വിശിഷ്ട അതിഥികൾ താമസിക്കുന്ന സ്ഥലമായതിനാലാണ് ഈ ഗസ്റ്റ് ഹൌസ് തെരഞ്ഞെടുത്തത്. ഇസ്മയിൽ ഹനിയ ഇറാനിലെത്തുമ്പോൾ സ്ഥിരമായി താമസിക്കുന്ന മുറി മൊസാദ് ചാരന്മാർ മനസ്സിലാക്കിയിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കീഴിലുള്ള ടെഹ്റാനിലെ നെഷാത്ത് എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടിലെ ഗസ്റ്റ് ഹൌസിൽ ഹനിയ താമസിക്കുന്ന മുറി അങ്ങനെയാണ് കൊലപാതകത്തിനായി തെരഞ്ഞെടുക്കുന്നത്. ഈ മുറിയിൽ ബോംബ് സ്ഥാപിക്കാനാണ് ഇറാൻ ഏജന്റുമാർ നിയോഗിക്കപ്പെട്ടത്. മിനിറ്റുകൾ കൊണ്ട് കെട്ടിടത്തിൽ രഹസ്യമായി പ്രവേശിച്ച് ബോംബ് സ്ഥാപിച്ച് പുറത്തു വരുന്നതിന്റെ ദൃശ്യങ്ങളും ലഭിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2 പേരും രാജ്യം വിട്ടതായി സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. അൻസാർ അൽ മഹ്ദി സുരക്ഷാ യൂണിറ്റിലെ അംഗങ്ങളാണിവരെന്നാണ് IRGCയിലെ ഒരംഗം ടെലഗ്രാഫിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ടെഹ്റാനിൽ വെച്ച് ഹനിയയെ കൊലപ്പെടുത്തിയ സംഭവം ഇറാന് അപമാനകരമാണെന്നും വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്നും IRGC പറയുന്നു. എങ്ങനെ സംഭവിച്ചു എന്നത് വലിയ ചോദ്യമാണ്. ഉന്നത തലത്തിൽ ആർക്കും അറിയാത്ത എന്തോ നടന്നിട്ടുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. ഹനിയയുടെ കൊലപാതകത്തെ ചൊല്ലി IRGCക്കുള്ളിലും വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടെന്നാണ് സൂചനകൾ. ടെല്ലവീവ് ലക്ഷ്യമാക്കി തിരിച്ചടിക്കും ഇവർ പദ്ധതിയിടുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ അടക്കം സഹകരണം ഇതിൽ തേടിയേക്കും. ഏറെ നാളത്തെ ആസൂത്രണത്തിനൊടുവിലാണ് ഇസ്മയിൽ ഹനിയയെ മൊസാദ് വധിക്കുന്നത്. ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റെയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോഴാണ് ആദ്യത്തെ ആക്രമണത്തിന് ഇസ്രയേൽ പദ്ധതിയിട്ടത്. വലിയ ജനക്കൂട്ടമുള്ളതിനാൽ പദ്ധതി അന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. വലിയ ജനക്കൂട്ടത്തിനിടയിൽ ആക്രമണ പദ്ധതി നടപ്പിലാക്കുന്നത് ബുദ്ധിമുട്ടായതിനാലാണ് പദ്ധതി ഉപേക്ഷിച്ചതെന്ന് 2 ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു. മൊസാദിന് ലബനനിലും സിറിയയിലും ഇറാനിലും പലസ്തീനിലുമടക്കം നിരവധി രാജ്യങ്ങളിൽ ചാരന്മാരുണ്ട്. ആ ഭരണകൂടങ്ങളുടെ കൺമുന്നിൽ തന്നെ ഈ ചാരന്മാരുണ്ട്. പക്ഷേ ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരുപക്ഷെ ഭരണകൂടങ്ങൾക്കുള്ളിൽ തന്നെ കയറി ഇവർ ജോലി ചെയ്യുന്നുണ്ടാകാം. ഔദ്യോഗിക രഹസ്യങ്ങളും നേതാക്കളുടെ നീക്കങ്ങളും നിരീക്ഷിച്ച് ഇസ്രയേലിന് വിവരങ്ങൾ കൈമാറുന്നത് ഇവരാണ്. വിദൂര നിയന്ത്രിത ഉപകരണം ഉപയോഗിച്ചാണ് ഇസ്മയിൽ ഹനിയയുടെ മുറിയിൽ സ്ഫോടനം നടത്തിയത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്കകമായിരുന്നു ആക്രമണം. സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഇറാൻ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഹനിയയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ഔദ്യോഗികമായി വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വടക്കൻ ടെഹ്റാനിൽ ഹനിയ താമസിച്ച കെട്ടിടത്തിൽ ജൂലൈ 30 പുലർച്ചെ 2-നായിരുന്നു ആക്രമണം. സുരക്ഷാ ഗാർഡും കൊല്ലപ്പെട്ടിരുന്നു. ഏപ്രിലിൽ ഗാസയിൽ ഇസ്രയേലിന്റെ ബോംബ് ആക്രമണത്തിൽ ഹനിയയുടെ 3 ആൺമക്കളും 4 പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 7 തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തിന് ശേഷം സംഘടനയുടെ നേതാക്കളെ വകവരുത്തുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ US സൈനിക വിന്യാസം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഹനിയയുടെ മരണം ഏൽപ്പിച്ച കടുത്ത മാനക്കേടിൽ നിന്ന് ഇറാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഭീകരതലവനെ കൊലപ്പെടുത്തിയതെങ്ങനെ എന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്.
കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഹനിയയെ വധിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയ മൊസാദ് തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ഹമാസ് ആരോപിക്കുന്നുണ്ട്. ഹമാസിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ അവസാന വാക്കായിരുന്നു ഇസ്മയിൽ ഹനിയെ. ഖത്തർ, തുർക്കി, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണയായിരുന്നു ഹനിയയുടെ കരുത്ത്. ഇസ്രയേലിന്റെ ചാരക്കണ്ണുകളിൽ പെടാതെ ദോഹയിലിരുന്നാണ് ഹമാസിനെ ഹനിയെ നിയന്ത്രിച്ചിരുന്നത്. ഇറാൻ യുദ്ധപ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ മേഖലയിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. എന്തും സംഭവിക്കാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അമേരിക്ക ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ പടക്കപ്പലുകളും പോർ വിമാനങ്ങളും അയച്ചു. എന്നാൽ ഗൾഫിലെ ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് ഇവ വിന്യസിക്കുന്നതെന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല.